ഈ വീഡിയോയിൽ കുറേ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു താൽക്കാലിക കരാർ സൈൻ ചെയ്തിട്ടുണ്ട്. താൽക്കാലികമാണ്, ഇൻ്ററീം ട്രേഡ് പാക്റ്റ് ആണ്. അപ്പോൾ അതിന് സ്ഥിരതയുണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയില്ല. പ്രത്യേകിച്ച് ട്രംപിൻ്റെ സ്വഭാവം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇത് നീണ്ടു നിൽക്കുന്ന ഒരു കരാറായിട്ട് കരുതേണ്ട ആവശ്യമില്ല. ശരിക്കും ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിലേക്കുള്ള ഒരു ബ്രിഡ്ജാണ് ഈ ഒരു കരാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിലുള്ള ചെറിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കരാർ ഫുള്ളായിട്ട് വായിച്ചപ്പോഴത്തേക്കും ഒരു ചെറിയ പോയിന്റ് വളരെയധികം സ്ട്രൈക്ക് ചെയ്ത്, ആ സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് വേറെ ഒന്നുമില്ല, സ്കോട്ട് ബെസന്റ്, അതായത് ഈ ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്ററീം എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതിന് മുന്നേ ഒരു എഗ്രിമെൻറ്റ് സൈൻ ആയിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റ് റഷ്യൻ എണ്ണ വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മേലിൽ ചുമത്തിയിരുന്ന 25% തീരുവ എടുത്തു കളയുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു എഗ്രിമെൻറ്റ്. ആ എഗ്രിമെൻറ്റിൽ കൃത്യമായിട്ട് ഒരു ലൈനിൽ സൂചിപ്പിക്കുന്നുണ്ട്, ഇത് ഇന്ത്യയെ ഞങ്ങൾ വാച്ച് ചെയ്യും, അതായത് ഇന്ത്യയെ ഞങ്ങൾ മോണിറ്റർ ചെയ്യും, റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങൾ മോണിറ്റർ ചെയ്യും എന്നൊരു വാക്ക് അതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാക്ക് കൃത്യമായിട്ട് എഴുതി ചേർക്കാനുള്ള പശ്ചാത്തലം എന്താണ്? കാരണം ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ രാജ്യം എവിടെ നിന്ന് എണ്ണ പർച്ചേസ് ചെയ്യണമെന്നുള്ളത് മറ്റൊരു രാജ്യം തീരുമാനിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി. ഇന്ത്യൻ ഫോറിൻ പോളിസി അതായിരിക്കെ പിന്നെ ഈ 25% പുനറ്റീവ് താരിഫ് എടുത്തു കളയുന്നതിന്റെ ഭാഗമായിട്ട് റഷ്യൻ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശം, ഈ 25% പുനറ്റീവ് താരിഫ് എടുത്തു കളയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വാക്ക് ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ട്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ വ്യക്തമായിട്ട് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രി പുറത്തു പറയേണ്ടതാണ്. അഥവാ പാർലമെന്റിൽ ഒരു പക്ഷേ ഓപ്പോസിറ്റ് പാർട്ടികൾ ഇതിനെക്കുറിച്ചുള്ള ചോദ്യം ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടതിൻ്റെ സാഹചര്യം സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത്ര വലിയ കാര്യമായിട്ട് ഇപ്പോൾ ഞാൻ എടുത്തു പറയാനുള്ള കാരണം വെച്ചാൽ ഇത് ഫ്യൂച്ചറിൽ ഇന്ത്യയുടെ എണ്ണ പർച്ചേസിനെ ബാധിക്കും. അതുകൂടാതെ ഇത് അമേരിക്കൻ മോണോപോളിയുടെ കീഴിലേക്ക് ഇന്ത്യ പോകുന്നതായിട്ടുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ഈ 25% പുനറ്റീവ് താരിഫ് എടുത്ത് കളയുന്നതിലൂടെ ആ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് അത് ഇന്ത്യയുടെ ഫോറിൻ പോളിസിക്ക് എതിരാണ്. ഈ പോയിന്റ് എഴുതി ചേർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുമായിട്ട് പിന്നാമ്പുറത്തുണ്ടായ ചർച്ചകൾ എന്താണ്? ഈ പോയിന്റ് എഴുതാൻ സമ്മതിച്ച് അതിനകത്ത് ഒപ്പിട്ട ഇന്ത്യയുടെ നിലപാട് എന്താണ്? അങ്ങനെ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അമേരിക്ക ഒരു പുതിയ ഇന്ത്യ മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ഇന്ത്യ മാപ്പിൽ പാക് ഒക്കുപ്പൈഡ് കശ്മീർ ആയിട്ടുള്ള ഇന്ത്യയുടെ കശ്മീരിന്റെ പൂർണ്ണ രൂപം അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈന അവകാശം പറയുന്ന അരുണാചൽ പ്രദേശ്, അതായത് ഇപ്പൊ നിലവിൽ ഇന്ത്യയുടെ സൈഡിലുള്ള അരുണാചൽ പ്രദേശ് മാത്രമല്ല ചൈനയുടെ ഭാഗത്തുള്ള കുറച്ച് സ്ഥലങ്ങളും കൂടി ചേർത്ത് ഈ മാപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഈ രൂപത്തിനെയാണ് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള നിലയിൽ ഒരു ടാക്ടിക്സ് ഈ മാപ്പ് സംസാരിക്കുന്നുണ്ട്. ആ മാപ്പിന്റെ ലാംഗ്വേജ് വളരെ വ്യക്തമാണ്. ചൈനയ്ക്കെതിരെയുള്ള നിലപാടിൽ ഇന്ത്യയെ ശക്തമാക്കി നിർത്തുക എന്നുള്ളത് ഒരു നിലപാടുണ്ട് ഇതിനകത്ത്. അപ്പം അങ്ങനെ ഒരു നിലപാടിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. കാരണം എന്തുകൊണ്ടാണ് അമേരിക്കയെ നമ്മളുടെ ഇന്റർണൽ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ജിയോഗ്രാഫിക്കൽ ലാൻഡ് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസിലൊന്നും നമ്മൾ ഇടപെടുത്താറില്ല. ഇൻഫാക്ട് പാകിസ്ഥാനുമായിട്ടുള്ള മീഡിയേഷനിൽ നമ്മൾ അമേരിക്ക ഇടപെടത്തില്ല, ചൈനയുമായിട്ടുള്ള മീഡിയേഷനിലും നമ്മൾ അമേരിക്ക ഇടപെടത്തില്ല. കാരണം അതിന് ഒറ്റ റീസണേ ഉള്ളൂ. കാരണം 2050 ആകുമ്പോഴത്തേക്കും ഗ്ലോബലി തന്നെ എക്കണോമിക്കല് നമ്പർ 1 ചൈനയായിരിക്കും, നമ്പർ 2 ഇന്ത്യ ആയിരിക്കും, അതുപോലെ നമ്പർ 3 അമേരിക്ക ആയിരിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ചാർട്ട് പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല അനാലിസിസ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ, അമേരിക്ക എന്നേക്കുമായിട്ട് 1ാം സ്ഥാനത്ത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്ക തീർച്ചയായിട്ടും ഇന്ത്യയും ചൈനയും തമ്മിൽ ഒന്ന് കൊമ്പ് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് അമേരിക്ക പണ്ട് തൊട്ടേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലടിപ്പിക്കുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള അജണ്ടയാണ് അമേരിക്കയുടേത്. ഇപ്പം നിലവിലുണ്ടായ കരാറും ഇന്ത്യക്കുണ്ടാകാൻ പോകുന്ന ഗുണങ്ങളും അമേരിക്കയ്ക്കുണ്ടാകാൻ പോകുന്ന ഗുണങ്ങളും അതുപോലെ തന്നെ ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പ് ഇതെല്ലാം ഊഷ്മളമാക്കുന്ന ഒരു തിരക്കിലാണ് ഇപ്പം നിലവിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാനുള്ള ആ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പം നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴത്തേക്കും ഒരു രാജ്യത്തിനും പൂർണ്ണമായിട്ടുള്ള പോസിറ്റീവും ഒരു രാജ്യത്തിനും പൂർണ്ണമായിട്ടുള്ള നെഗറ്റീവും ഉണ്ടാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങളിലേക്ക് വിട്ടുവീഴ്ച ഉണ്ടാവും. അതായത് ഒരു പലചരക്ക് കട പോലെയാണ്. എല്ലാ സാധനങ്ങളും വിൽക്കുമ്പോൾ ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവണമെന്നില്ല. ചില സാധനങ്ങളുടെ പ്രോഫിറ്റ് മറ്റേ സാധനങ്ങളുടെ നഷ്ടവും കൂടി നികത്തും. ആ രീതിയിലായിരിക്കും ഈ കച്ചവടങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും അമേരിക്കയുമായിട്ട് ഈ ഒരു ട്രേഡ്, അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു എഗ്രിമെന്റ് ഒക്കെ പൂർണ്ണമായ അതിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടിൽ അതിനെ നമുക്ക് വിലയിരുത്തേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതിലുപരിയായിട്ട് കാതലായ വിഷയങ്ങളിൽ നമ്മൾ ചില ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എന്നേക്കുമായിട്ട് ഇന്ത്യയുടെ പൂർണ്ണമായിട്ടുള്ള ഓയിൽ നീഡ് അമേരിക്കയുടെ പക്കൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ 15 മുതൽ 20% എണ്ണ വില വർധനവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
ഇത് ഇന്ത്യക്കുള്ളിൽ ഇൻഫ്ലേഷൻ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊരു സൈഡിൽ നിൽക്കുക. ഇപ്പം നിലവിൽ ഇന്ത്യക്കുള്ള ഒരു പർച്ചേസിങ് കപ്പാസിറ്റി വെച്ചിട്ട് ഈ ഇൻഫ്ലേഷൻ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകാനുള്ള സാധ്യതയുമുണ്ട്. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യക്ക് ഒരു ഇൻഫ്ലേഷൻ ലെവൽ ബാധ്യതയായി മാറാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഇന്ത്യക്ക് മേലുള്ള 25% പുനറ്റീവ് താരിഫ് എടുത്തു കളയാൻ വേണ്ടിയിട്ട് അമേരിക്ക ഒരു പക്ഷേ ഫോഴ്സ്ഫുള്ളി ഈ ലൈൻ അവിടെ എഴുതി ചേർത്തതാണെന്ന് വെച്ചോളൂ. അതായത് സ്കോട്ട് ബെസന്റിന്റെ നേതൃത്വത്തിലാണ് ഈ ലൈൻ അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇന്ത്യയെ നിരീക്ഷിക്കും. ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങിക്കുന്നു, ഇൻഡയറക്റ്റ് ഓർ ഡയറക്റ്റ് ഓയിൽ റഷ്യയിൽ നിന്നും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 25% പുനറ്റീവ് താരിഫ് തിരിച്ച് അപ്ലൈ ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഈ ലൈൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്രൂഷ്യൽ മൊമെന്റിലാണ് ഈ 25% പുനറ്റീവ് താരിഫ് എടുത്ത് കളഞ്ഞിരിക്കുന്നത്. എനിവേ ഈ 25% പുനറ്റീവ് താരിഫ് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഒരു പക്ഷേ ഈ പോയിന്റ് മനഃപൂർവ്വം ഇഗ്നോർ ചെയ്തതാവാം. പക്ഷേ അതിന്റെ അർത്ഥം നമ്മൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാതിരിക്കുമെന്നല്ല. അതും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യത്തിന് റഷ്യയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പൊ ആഗോളതലത്തിൽ എണ്ണ വില ഉയരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉയരും. ഇപ്പൊ സൗദി അറേബ്യയാണ് ഇപ്പൊ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ഡീൽ ഒപ്പുവെച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. അതിന്റെ സൂചന ഓൾറെഡി തന്നെ സൗദി അറേബ്യ വെളിപ്പെടുത്തി തുടങ്ങി. സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നത് 0.50 സെന്റ് ഒരു ബാരലിന്റെ മേളിൽ എണ്ണയ്ക്ക് വില കുറയ്ക്കാം, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങൾക്ക് എന്നാണ് സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ കാരണം എന്താണ്? ഇതിന്റെ കാരണം ഏറ്റവും കൂടുതൽ എണ്ണയുള്ള വെനിസുലയുടെ മാർക്കറ്റ് അമേരിക്കയുടെ കയ്യിലായി. സൗദി ആണെങ്കിൽ പെട്രോ ഡോളറിന്റെ കാലാവധി വരെ കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. വലിയ തോതിൽ ഈ എണ്ണ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് പെട്രോ ഡോളർ ഡീലിങ്സ് ഒന്നും വലിയ രീതിയിൽ നടക്കുന്നില്ല ഇപ്പം നിലവിൽ. ആ സാഹചര്യത്തിൽ എണ്ണ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഈ ഒരു ചേഞ്ച് അത് സൗദി അറേബ്യയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയെ പോലത്തെ വലിയൊരു ഗ്ലോബൽ മാർക്കറ്റ് ആയിക്കോട്ടെ, ഇപ്പൊ ചൈനയാണെങ്കിൽ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇപ്പോൾ വാങ്ങിക്കുന്നത് ചൈനയാണ്. ഇന്ത്യ കഴിഞ്ഞ നവംബർ മുതലേ റഷ്യയിൽ നിന്നും വാങ്ങിക്കുന്ന എണ്ണയുടെ അളവ് ഇച്ചിരി കുറച്ചിട്ടുണ്ട്. ഇന്ത്യ ഡൈവേഴ്സിഫൈ ചെയ്ത് എണ്ണ വാങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല എന്ന് അമേരിക്ക പറയുന്നുണ്ട്. അതേപോലെ ഇറാന്റെ എണ്ണയും വാങ്ങിക്കാൻ പാടില്ല എന്ന് അമേരിക്ക പറയുന്നുണ്ട്. എന്നാൽ ചൈന എടുത്ത് വാങ്ങിക്കാൻ പറ്റുമോ? അതും വാങ്ങിക്കാൻ പറ്റില്ല. ചൈന എടുത്ത് വാങ്ങിച്ചാലും ഇന്ത്യക്ക് 25% താരിഫ് അപ്ലൈ ചെയ്യും. ഇന്ന് തന്നെ തുർക്കി, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പുതുതായിട്ട് 25% താരിഫ് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന്റെ കാരണം റഷ്യൻ, ഇറാൻ എണ്ണകൾ വാങ്ങിക്കുന്നതിന്റെ റീസൺ ആണ് ചൂണ്ടിക്കാണിക്കുന്നത്. തുർക്കി ഇറാന്റെ പക്കൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നുണ്ട്, ചൈന റഷ്യൻ എണ്ണ വാങ്ങിക്കുന്നുണ്ട്. അപ്പം കളി ഇപ്പം മാറിയിരിക്കുകയാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് പിക്ചർ. ഇന്ത്യ റഷ്യയുടെ എണ്ണ ഇപ്പോഴും വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ ജനുവരിയിലും പെർ ഡേ 1.25 മില്യൺ ബാരൽ വെച്ചിട്ട് എണ്ണ വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. ജനുവരിയിലും. ഫെബ്രുവരിയിലെ കണക്ക് ഇതുവരെ വന്നിട്ടില്ല. അത് കണക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ റഷ്യൻ എണ്ണ ഞാൻ പറഞ്ഞ കണക്ക് UAE ത്രൂ ഇന്ത്യയിലേക്ക് വരും. അത് വേറെ കാര്യം. പക്ഷേ ചൈനയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് റഷ്യൻ എണ്ണയാണെന്നും അല്ലെങ്കിൽ ഇറാൻ എണ്ണയാണെന്നും ഉള്ളത് കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ചൈനയും ഈ താരിഫിന്റെ മുന്നിൽ കൊണ്ട് നിർത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇന്ത്യയുടെ എണ്ണ പർച്ചേസ് ഡൈവേഴ്സിഫൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനകത്ത് അമേരിക്കയാണ് തീരുമാനിക്കുന്നത് എന്ന് ഇപ്പം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ അതേ സാഹചര്യത്തിൽ നമ്മൾ അമേരിക്ക എടുത്ത് ഇപ്പം നമ്മൾ ബിസിനസ് ചെയ്യുന്ന സാഹചര്യം കൊണ്ട് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ 11% അമേരിക്കയിൽ നിന്നാണ് ഇപ്പോൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ട് ജനുവരി മുതലേ ആ ഒരു പെർസെൻറ്റേജ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇതാണ് എനിക്കുണ്ടായ ചോദ്യം. കാരണം ഏത് സമയത്തും ഒരു 25% താരിഫ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇന്ത്യൻ ഗവൺമെന്റ് ഒരിക്കലും അമേരിക്കയുടെ ചൊൽപ്പടിക്ക് വഴങ്ങി റഷ്യയെ ഒഴിവാക്കി കൊണ്ടുപോവില്ല. കാരണം റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മൾട്ടിലേറ്ററൽ ഫോറിൻ പോളിസിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റഷ്യയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ട് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്ന കരാർ എത്ര കാലത്തേക്ക് നിലനിൽക്കും, പ്രത്യേകിച്ചും ഈ പുനറ്റീവ് താരിഫ്. ഈ വിഷയത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇന്ത്യയുടേതായിട്ടുള്ള ഓൺ പോളിസി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യത്തിന് 140 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്തിൻ്റെതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. രാജ്യ താല്പര്യത്തിനൊത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ആ സാഹചര്യത്തിൽ 25% പുനറ്റീവ് താരിഫ് ഏത് നേരത്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി വേണം നമ്മൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്ന ഈ ഒരു പുതിയ കരാറുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ചൈനയ്ക്ക് ഇപ്പം നല്ല കുശാലാണ്. റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നുണ്ട്. ഒരു ബാരലിന്റെ മുകളിൽ $12 ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് റഷ്യ ചൈനയ്ക്ക് ഓയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് ഈ വിഷയങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഗവൺമെന്റ് അമേരിക്ക പ്രസിദ്ധീകരിച്ച ഇന്ത്യ മാപ്പിനെ കുറിച്ചാണ് പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ശരിക്കും അത് നല്ലൊരു നടപടിയല്ല. അമേരിക്ക മാപ്പ് പ്രസിദ്ധീകരിച്ചാലും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ ലാൻഡ് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ചുമതലയാണ്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇത്രമാത്രം ഡിഫൻസ് മേഖലയിലും നമ്മളുടെ ആർമിയും പടക്കോപ്പുകളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ മറ്റൊരാൾ പ്രസിദ്ധീകരിച്ച് നമ്മളെ പുഷ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു കരാർ ഒപ്പുവെച്ച ഉടനെ മാപ്പ് ഉൾപ്പെടെ പല കാര്യങ്ങളും പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. അതിനോടനുബന്ധിച്ച് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ചൈനയുടെ ന്യൂക്ലിയർ ഇൻഫർമേഷൻ അമേരിക്കയ്ക്ക് ചോർന്ന് കിട്ടിയെന്നാണല്ലോ പ്രശ്നം ചൈനയ്ക്കുള്ളിൽ നടക്കുന്നത്. അവിടെയുള്ള ഒരുവിധപ്പെട്ട മിലിറ്ററി ഉദ്യോഗസ്ഥരെല്ലാം തന്നെ
പീപ്പിൾ ലിബറേഷൻ ആർമിയുടെ കംപ്ലീറ്റ് ആൾക്കാരെയും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ആകെ കൂടി പഴയ ഉദ്യോഗസ്ഥരായിട്ട് 2 സീനിയർ ഉദ്യോഗസ്ഥരെ മാത്രമാണ് നിലനിർത്തിയിരിക്കുന്നത്. ബാക്കി എല്ലാവരെയും ഷീ ജിൻപിങ് വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട് ചൈനയിൽ. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത് ന്യൂക്ലിയർ സീക്രട്ട് അമേരിക്കയ്ക്ക് വിറ്റ് കളഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നടപടി എടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ 2020 ഗാൽവാൻ വാലിയിൽ വെച്ചിട്ടൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ചൈന രഹസ്യമായിട്ട് ഡീകപ്ലിംഗ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ആണവ പരീക്ഷണം നടത്തി, അതായത് അണുബോംബ് പരീക്ഷിച്ചു എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. ഇപ്പൊ ന്യൂക്ലിയർ ഡേറ്റ മൊത്തത്തിൽ ചോർന്ന് കിട്ടിയതുകൊണ്ട് ഇനി പല പല വെളിപ്പെടുത്തലുകളും അമേരിക്ക നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഗ്ലോബൽ ആണവ കരാറിന് എതിരാണ് എന്നുള്ള ഒരു ഒഫൻസീവ് ആയിട്ടുള്ള മാറ്റർ ആയിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇതേ അമേരിക്ക, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പഹൽഗാം ആക്രമണം കഴിഞ്ഞിട്ട് ഇന്ത്യ പാകിസ്ഥാനിന് മേളിൽ ഒരു ആക്രമണം നടത്തിയല്ലോ, 4 ദിവസത്തെ യുദ്ധം, ഓപ്പറേഷൻ സിന്ധു, 88 മണിക്കൂർ നീണ്ടു നിന്ന ഒരു യുദ്ധമാണ് നമ്മൾ നടത്തിയത്. പാകിസ്ഥാൻ ഇതേപോലെ പരീക്ഷണം നടത്തി എന്നുള്ള രീതിയിൽ അമേരിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒഫൻസീവ് അല്ലേ? അപ്പൊ അവിടേക്ക് എന്താണ് ഒരു നടപടി എടുക്കാത്തത്? അതിനെക്കുറിച്ച് എന്താണ് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടാത്തത്? അപ്പൊ അവിടെ ഒരു താല്പര്യം, ഇവിടെ വേറൊരു താല്പര്യം. ഇതാണ് അമേരിക്ക. ഇതുകൊണ്ടാണ് അമേരിക്കയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. അമേരിക്ക പണമുണ്ടാക്കാനൊക്കെ നല്ല രാജ്യം തന്നെയാണ്. ഇവിടുന്ന് സാധനങ്ങൾ കയറ്റി അയച്ചാൽ നല്ല പൈസ വരും, ഡോളർ മണി വരും, നല്ലതാണ്. പക്ഷേ അതിലുപരിയായിട്ട് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള സെക്യൂരിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ ഇതേ അമേരിക്ക തീർച്ചയായിട്ടും ചൈനയും ഇന്ത്യയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സകല പരിപാടികളും ചെയ്യും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഫ്രീഡം കൊടുക്കാനും പറ്റില്ല, അവരുമായിട്ട് കൂടുതൽ അടുക്കാനും പറ്റില്ല. അതൊരു ബാധ്യതയായിട്ട് മാറും നാളെ. അത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിവേ, തീർച്ചയായിട്ടും ഇതാണ് നിലവിലെ ഡെവലപ്മെന്റ്സ് ഈ വിഷയത്തിൽ. അമേരിക്കയുടെ യഥാർത്ഥ മുഖം, അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ഇവരുടെ ആ ഒരു ഫ്രോഡ് മൈൻഡ് ഉണ്ടല്ലോ, അത് എപ്പോഴും ഇങ്ങനെ മുന്നിൽ തന്നെ വന്ന് നിൽക്കും. അത് അവർ തന്നെ എത്ര ശ്രമിച്ചാലും അവർക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. അതിന്റെ നഗ്നമായ തെളിവാണ് ഈ സ്കോട്ട് ബെസന്റ്. സ്കോട്ട് ബെസന്റ് ഓപ്പൺ ആയിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടതല്ലേ, ഇറാന്റെ ഉള്ളിൽ അടിയുണ്ടാക്കിയത് ഞങ്ങളാണ്, ഡോളറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായിട്ട് അവരുടെ ബാങ്കുകളെയൊക്കെ ഞങ്ങൾ മുട്ടുകുത്തിപ്പിച്ച് അവരുടെ എക്കോണമി കൊളാപ്സ് ചെയ്ത് ആ രാജ്യത്തിനെ ഈ ദുരന്താവസ്ഥയിലേക്ക് തള്ളിവിട്ടത് ഞങ്ങളാണെന്നാണ് സ്കോട്ട് ബെസന്റ് പറയുന്നത്. എടേ, നീ ചെയ്തോ, പക്ഷെ എന്തിനിങ്ങനെ വിളിച്ചു പോകുന്നത്? സ്വഭാവം, അതായത് മറ്റുള്ള രാജ്യങ്ങൾ പേടിക്കണം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പം ഇന്ത്യയെ റഷ്യൻ ഓയിൽ വാങ്ങരുത്, ഞങ്ങൾ ഇത് നിരീക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള നിഗൂഢ അജണ്ടകളുമായിട്ട് മുന്നോട്ട് വരുന്ന അമേരിക്ക എന്തായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്? അവരുദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ഈ എക്സസീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ എണ്ണ എവിടെ ഉണ്ടാവും? എവിടെ? റഷ്യയിൽ. അമേരിക്ക നൈസിന് റഷ്യയുമായിട്ട് സംസാരിച്ച് അവരുടെ എണ്ണ ഞങ്ങൾ വിൽപ്പന ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ എണ്ണ വാങ്ങി യൂറോപ്പിന് വിൽക്കും. അതായത് ഇന്ത്യ ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്ന ആ പരിപാടി, അതായത് റഷ്യൻ എണ്ണ വാങ്ങിച്ച് റിഫൈൻ ചെയ്ത് യൂറോപ്പിലേക്ക് കയറ്റി വെച്ചുകൊണ്ടിരുന്നത്, ആ യൂറോപ്യൻ മാർക്കറ്റാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. അപ്പൊ അതിനുവേണ്ടി ഇന്ത്യയെ മാറ്റി നിർത്തിയിട്ട് റഷ്യൻ എണ്ണ അമേരിക്ക വാങ്ങി അത് ഫിൽട്ടർ ചെയ്ത് യൂറോപ്പിലെത്തിക്കും. ഇതാണ് കച്ചവടം. ഈ കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ത്യക്ക് മേളിൽ 25% പുനറ്റീവ് താരിഫ്, ഇന്ത്യക്ക് മേളിൽ പനിഷ്മെന്റ് താരിഫ്, ഇത് ഞങ്ങൾ വീണ്ടും ഇത് ഇംപ്ലിമെന്റ് ചെയ്യും, നിങ്ങൾ റഷ്യയുടെ നിന്ന് വാങ്ങിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യും, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവരുടെ കൊളോണിയൽ മൈൻഡ് സെറ്റിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. എനിവേ, ഇത് ഇന്ത്യ എങ്ങനെയാണ് ഫ്യൂച്ചറിൽ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇന്ത്യക്ക് ഒരിക്കലും ഡിപ്ലോമാറ്റിക്കലി റഷ്യയെ ഡിസ്കണക്ട് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല. അതിന് ഇന്ത്യ തയ്യാറാകുമെന്ന് തോന്നുന്നുമില്ല. ഈ പാകിസ്ഥാനിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ്. അത് വേറെ ഒന്നുമില്ല, പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് ഇന്ത്യയാണ് ബ്ലെയിം ചെയ്തത്. അഫ്ഗാനിസ്ഥാനിലുള്ള തെഹ്രിക്ക് താലിബാനികളാണ് ഇത് നടത്തിയത്, എന്നിട്ട് അവർ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു കളഞ്ഞു. മുഴുവനായിട്ടും ഇതിന്റെ പുറകിൽ ഇന്ത്യയാണ് എന്നുള്ള പ്രസ്താവനയാണ് പുള്ളിക്കാരൻ പുറത്തിറക്കിയത്. അതിനപ്പം തന്നെ ഇന്ത്യ മറുപടി കൊടുത്തു, നീ മര്യാദയ്ക്ക് നിന്റെ കാര്യം നോക്കിയിരുന്നോണം, നിന്റെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നു പറഞ്ഞിട്ട് ഇന്ത്യയെ ഇങ്ങനെ എപ്പോഴും പറയില്ലെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഇന്നലെ തന്നെ അതിന് മറുപടി കൊടുത്തു. ഇപ്പോൾ അതാ ഏറ്റെടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ISIS അവരാണ് ഇത് ചെയ്തതെന്നുള്ള രീതിയിലാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് അവർ ഏറ്റെടുത്തതാണോ ഇല്ലെങ്കിൽ അവരെ ആരെങ്കിലും ഏറ്റെടുപ്പിച്ചതാണോ, ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചതാണോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം വേറെ ഒന്നുമല്ല, ഇത് ISIS അല്ല, ഇത് ശരിക്കും ISI ആണെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെയാണ് ഈ വിവരങ്ങൾ വരുന്നത്. അപ്പൊ ഇതിൽ ഈ ആക്രമണം നടത്തിയവൻ പാകിസ്ഥാനിയാണ്, അവന്റെ സ്ഥലം പാകിസ്ഥാനിലെ പെഷാവറാണ്. യാസിർ എന്ന പേരുള്ളവനാണ് ഈ ആക്രമണം നടത്തിയത്. ഇവന്റെ സ്ഥലം പെഷാവറാണ് പാകിസ്ഥാനിൽ. ഇവനുമായിട്ട് ബന്ധപ്പെട്ട് ഇവന്റെ സുഹൃത്തുക്കൾ, ഇവന്റെ ബന്ധുക്കൾ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോയി ഇപ്പം ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ട്. ആ ഇൻവെസ്റ്റിഗേഷനിൽ അവർ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ, ഈ യാസിർ അസീം മുനീറിനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടരെ ഒന്ന് വിളിച്ചുകൊണ്ട് പോയതായിട്ടും, പോയിട്ട് മടങ്ങി വന്ന സമയത്ത് ഇവൻ കയ്യിൽ $10,000 US ഇവന്റെ കയ്യിലുണ്ടായിരുന്നെന്നും ISIയുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ് ഇവൻ കാണാൻ പോയത് എന്നുമാണ് ഇപ്പൊ വിവരങ്ങൾ പുറത്തു വരുന്നത്. അസീം മുനീർ ISIയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പൊട്ടിത്തെറി പാകിസ്ഥാനുള്ളിൽ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയുമായിട്ട് കൊമ്പ് കോർക്കാനോ അല്ലെങ്കിൽ
കശ്മീരിലേക്ക് ഇന്നലെ പുള്ളിക്കാരൻ സംസാരിച്ചതുപോലെ കശ്മീർ ഫ്രീഡം ഞാൻ ഉടനെ തന്നെ വാങ്ങിച്ചു തരും എന്നുള്ള വാഗ്ദാനമൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പം അതിന്റെ ഒരു ഭാഗം, ആ അജണ്ടയുടെ ഭാഗമാണോ എന്ന് വരെ ഇപ്പം ഡൗട്ട് ഉണ്ട്. കാരണം എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ പേര് ടാർണിഷ് ചെയ്ത് പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിച്ച് ഇന്ത്യക്കെതിരെ ഒരു യുദ്ധം ചെയ്യാം എന്നുള്ള നിലയിലാണ് അസീം മുനീർ ജീവിക്കുന്നത് തന്നെ. അവന്റെ പ്രധാന ലക്ഷ്യം തന്നെ അതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്ന വേറെ ഒന്നുമില്ല, ഇത് പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ പാകിസ്ഥാന്റെ ആർമി തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു പൊട്ടിത്തെറിയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലാണ് ഇപ്പോൾ 70-ലധികം പേര് കൊല്ലപ്പെട്ടത്, 160-ലധികം ആൾക്കാർ ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥ. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ തന്നെ ദ്രോഹിക്കുന്ന ഇങ്ങനെ ഒരു ആർമി ജനറൽ, അവന്റെ പേരാണ് അസീം മുനീർ. ഇത് കഴിഞ്ഞാൽ അടുത്ത ദുരന്തം എന്ന് പറഞ്ഞാൽ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ റഷ്യ ഇന്നലെ ഉക്രൈന് കൃത്യമായിട്ട് ഏതൊക്കെ വിധത്തിൽ അവർക്കെതിരെ ആക്രമണം നടത്താൻ പറ്റുമോ ആ രീതിയിലൊക്കെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. 600 മുതൽ 650 ഡ്രോണുകൾ, മിസൈലുകൾ, അങ്ങനെ പല രീതിയിലുള്ള അറ്റാക്ക് ഈ മാപ്പിൽ കാണിക്കുന്നുണ്ടല്ലോ. ഇതിനകത്ത് തലങ്ങും മേലങ്ങും ആക്രമണങ്ങൾ നടത്തിയിരിക്കുകയാണ്. പോളണ്ടിന്റെ ബോർഡർ വരെ ചെന്ന അറ്റാക്ക്. ഇത് വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ 4 ദിവസമായിട്ട് അബുദാബിയിൽ വെച്ചിട്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ മീഡിയേഷൻ, റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവരുടെ ഇടയിൽ ഒരു സമാധാനം കൊണ്ടുവരാനായിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഉക്രൈൻ റഷ്യയുടെ ഉള്ളിലുള്ള ഒരു ആർമി ഓഫീസറെ അസാസിനേഷൻ ചെയ്യാൻ ശ്രമിച്ച കേസിൽ അയാൾ മുതുകിൽ 3 വെടിയേറ്റ് ഇപ്പം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതിനെ തുടർന്ന് ഈ ചർച്ച വേണ്ടാന്ന് പറഞ്ഞിട്ട് റഷ്യ നിർത്തിവെക്കി. അതിനെ തുടർന്ന് ചർച്ച സ്റ്റോപ്പായി. ഇന്നലെ 2 കൂട്ടരും അവരവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങി. അപ്പൊ അബുദാബിയിലെ ചർച്ച ഒത്തുതീർപ്പാവാതെ തന്നെ മടങ്ങി പകുതിക്ക് വെച്ചിട്ട്. കാരണം ഉക്രൈൻ്റെ ഹിഡൻ ഓപ്പറേഷൻ, അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. ഇത് കഴിഞ്ഞിട്ട് പോയ ഉടനെ തന്നെ സെലൻസ്കി പറഞ്ഞു, ഞങ്ങൾ ഇതേപോലെ പീസ് ടോക്ക് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നു, ഇനി അടുത്ത് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ തീരുമാനിക്കുന്നു, അത് ഉടനെ തന്നെ ഞങ്ങൾ പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് സെലൻസ്കി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഉടനെ തന്നെ റഷ്യയുടെ ഉള്ളിലേക്ക് ഒരു കെമിക്കൽ ഫാക്ടറി പൂർണ്ണമായിട്ട് അടിച്ചു തകർത്ത്. വലിയ നാശനഷ്ടം, റഷ്യക്ക് വൻ നഷ്ടം. ഓൾറെഡി തന്നെ ഇതുപോലത്തെ 50 മില്യൺ നഷ്ടം വരുന്ന ആക്രമണം ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് സമാനമായ ഒരു ആക്രമണമാണ് ഇന്നലെ നടത്തിയത്. ഇത് റഷ്യക്ക് അങ്ങോട്ട് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ റഷ്യ ഓൾറെഡി സമാധാന ചർച്ച നടത്തുന്നത് കൊണ്ട് ഇത്തിരി മൈൽഡായിട്ടാണ് ആക്രമണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ബോർഡർ ഏരിയയിലൊക്കെ എവിടെയൊക്കെയാണ് ഇവർ പിടിച്ചു വെച്ചിരിക്കുന്നത് ആ ഏരിയയിൽ ഫ്രണ്ട് ലൈനിൽ മാത്രം ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ സാഹചര്യത്തിൽ ഇപ്പം സെലൻസ്കി കാണിച്ച ഈ പരിപാടിയുണ്ട്. ഈ കെമിക്കൽ ഫാക്ടറി അടിച്ചത് റഷ്യ വല്ലാത്ത രീതിയിൽ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഉക്രൈന്റെ മേളിൽ തുരിതര ആക്രമണം എന്ന് പറഞ്ഞാൽ വൻ ആക്രമണം. അവസാനം പോളണ്ട് വരെ ഞങ്ങൾ ഇറങ്ങി അടിക്കട്ടെ എന്നുള്ള നിലയിലേക്ക് എത്തി. അവസാനം നാറ്റോ രാജ്യങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് യുദ്ധം തുടങ്ങാന്ന് പറഞ്ഞ സമയത്ത് അമേരിക്ക ഇടപെട്ടിട്ട് പറഞ്ഞത് റഷ്യയുടെ ആക്രമണങ്ങൾ പോളണ്ടിന്റെ ഉള്ളിൽ വന്നിട്ടില്ല, ഇറ്റ് മീൻസ് ഉക്രൈന്റെ ബോർഡർ കടന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഇറങ്ങാനുള്ള റൈറ്റ് ഇല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ചെന്ന് ഇടപെടരുത്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നുള്ള നിലയിലുള്ള ഉപദേശമാണ് അമേരിക്കയുടെ സൈഡിൽ നിന്ന് കിട്ടിയത്. ആ ഉപദേശം കിട്ടിയതിനെ തുടർന്ന് ഇപ്പൊ നാറ്റോ രാജ്യങ്ങളും ഉണ്ടായിരിക്കുകയാണ്. അടുത്തൊരു ദുരന്തം എന്ന് പറഞ്ഞാൽ ദുരന്തങ്ങളുടെ ഘോഷയാത്രയാണ് ഇന്ന് നൈജീരിയയിൽ അമേരിക്ക എന്തോ ഞങ്ങൾ ഭയങ്കരമായിട്ട് അവിടെ ബോംബിട്ടു, അതിട്ട് ഇതുട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ഈ ബൊക്കോ തീവ്രവാദികളില്ലേ, ഈ ബൊക്കോ തീവ്രവാദികൾ ഒരു 106 പേരെ പിടിച്ചോണ്ട് പോയി. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെയാണ് പിടിച്ചോണ്ട് പോയത്. അപ്പം ഇവർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി, അപ്പം ഈ ബൊക്കോക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ 106 പേരെയും നൈജീരിയൻ ഗവൺമെന്റ് രഹസ്യമായിട്ട് പോയി രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ഉടനെ തന്നെ ഈ ബൊക്കോ തീവ്രവാദികൾ എന്താണ് ചെയ്തെന്ന് പറഞ്ഞാൽ വേറൊരു ക്രിസ്ത്യൻ വില്ലേജ് നൈജീരിയയിൽ കവാറ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ ഒരു ഏരിയ, ഈ കവാറ എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിക്ട്, സെപ്പറേറ്റ് ഡിസ്ട്രിക്ട്, ആ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു വില്ലേജിൽ കടന്നു കയറി ആ എൻറ്റയർ വില്ലേജ് ഇവർ കത്തിച്ചു കളഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന 170 പേരെയും ഇവർ കൊലപ്പെടുത്തി. ഇവർ ഉദ്ദേശിച്ചത് മതം മാറാൻ വേണ്ടിയിട്ട് ഇവർ ഫോഴ്സ്ഫുള്ളി അവരെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. മതം മാറാത്തവരെയൊക്കെ ഇവർ നിരുപാധികം കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത് ഇന്നലെ നടന്ന സംഭവമാണ്, ഇന്നലെ രാത്രി. ഇത് വല്ലാത്ത രീതിയിൽ ആഫ്രിക്കയെ തന്നെ പിടിച്ചൊലുക്കുന്ന സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് നൈജീരിയയിൽ നടന്ന ഈ കൂട്ടക്കൊല. ഇതിനെക്കുറിച്ച് ഗ്ലോബൽ മീഡിയ വളരെ ചെറിയ തോതിലാണ് സംസാരിക്കുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് ഇതിനകത്ത് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. കാരണം അമേരിക്കയാണ് നിലവിൽ ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അങ്ങോട്ട് 3 ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കൻ മിലിറ്ററി ട്രൂപ്സിനെ അങ്ങോട്ട് അയച്ചു വെച്ചത്. എന്നിട്ടാണ് ഈ സംഭവം ഇവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഒരു എൻറ്റയർ ഗ്രാമത്തിനെ കത്തിച്ചു കളഞ്ഞിരിക്കുന്നത്. വല്ലാത്തൊരു ഭീകര സംഭവമാണ് എന്ന് പറഞ്ഞാൽ വൻ ഭീകര സംഭവമാണ്. തീവ്രവാദികളുടെ യഥാർത്ഥ അഴിഞ്ഞാട്ടം നൈജീരിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സൈഡിൽ അവിടെ നിൽക്കുമ്പോൾ ഇപ്പം നമ്മൾ നേരെ ഇന്ത്യക്കുള്ളിൽ വരാം. ഇന്ത്യക്കുള്ളിൽ മണിപ്പൂരിൽ ഈ കുക്കി വിഭാഗക്കാർ ഇപ്പോൾ വീണ്ടും പ്രതിഷേധം, ആയുധങ്ങൾ കയ്യിലെടുത്തുകൊണ്ടുള്ള പ്രതിഷേധം തുടങ്ങിയിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പാണ് അവിടുത്തെ പ്രസിഡൻഷ്യൽ റൂൾ അവസാനിപ്പിച്ച്, അതായത് ഈ മിലിറ്ററി സംവിധാനങ്ങളൊക്കെ മാറ്റിയിട്ട്
ഈ മാർഷ്യൽ റൂളൊക്കെ മാറ്റിയിട്ട് BJP ഭരണം അവിടെ സ്ഥാപിച്ചത്. BJP ഭരണം തുടർന്ന സമയത്ത് അവിടെ ഈ കിപ് ജൻ എന്ന് പറഞ്ഞ കുക്കി വിഭാഗത്തിൽപ്പെട്ട ലേഡിയാണ് അവിടുത്തെ ഡെപ്യൂട്ടി CM ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, അതായത് ചീഫ് മിനിസ്റ്ററുടെ അടുത്ത റോള്. പക്ഷെ ഇതിനെതിരെ കുക്കി വിഭാഗം ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധം, അതായത് ഈ കുക്കി വിഭാഗത്തിലുള്ള ലേഡിയെ അവിടെ അപ്പോയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഈ കുക്കി വിഭാഗക്കാർ തന്നെയാണ് ഈ പ്രതിഷേധത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അതായത് അവർക്ക് ഒത്തുചേർന്ന് പോകാൻ താല്പര്യമില്ല, ഒരുമിച്ചുള്ള പ്രവർത്തനം വേണ്ട, നീ വേറെ ഞാൻ വേറെ, അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അവിടെ ഈ കുക്കി മേത്തി എന്ന് പറഞ്ഞ 2 കാറ്റഗറിക്കിടയിലാണല്ലോ ഈ അടി നടക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇപ്പം പെട്ടെന്ന് ആയുധങ്ങൾ എവിടെ നിന്ന് വന്നു? ഇവരെവിടെയാണ് ഇതൊക്കെ പതുക്കി വെച്ചിരുന്നത്? കാരണം ഇത്രയും നാളും അവിടെ മിലിറ്ററി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ സ്ലീപ്പർ സെല്ലായിട്ട് കിടക്കുമായിരുന്നോ? ഇവരൊക്കെ ഉറക്കത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിപ്പോൾ പട്ടാളം അവിടെ നിന്ന് മാറിയ ഉടനെ ഇപ്പോൾ അതാ വീണ്ടും അവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്കറിയില്ല. അതിനുള്ളൊരു സാഹചര്യം, ചെറിയൊരു സ്പാർക്ക് വീണിട്ടുണ്ട് മണിപ്പൂരിൽ. അതും കൂടി ഒന്ന് സൂചിപ്പിച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.